അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി സൂറത്ത് അസ്ർ 103-ാമത്തെ സൂറത്തുമായി ബന്ധപ്പെട്ട് യുക്തിവാദി പറയുന്ന ചില കുയുക്തി അല്ലെങ്കിൽ യുക്തി വിരുദ്ധമായിട്ടുള്ള ചില സംഗതികളുണ്ട്. അതെന്താണെന്നല്ലേ? ഒന്നയാൾ പറയുന്നത്, ഇത് യുക്തിവാദികൾക്ക് ബാലരമയിലോ മറ്റോ ഒക്കെ ഒട്ടിച്ചു വെച്ചിട്ട് അവർക്ക് അനുകൂലമായി വ്യാഖ്യാനിക്കാവുന്ന ഒന്നാണെന്നാണ്. അതിന് യുക്തിവാദി പറയുന്ന വ്യാഖ്യാനം എന്താണ്? വൽ അസർ, അസർ സമയം കൊണ്ട് സത്യം, അല്ലെങ്കിൽ അസർ നമസ്കാരം കൊണ്ട് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസർ, മനുഷ്യൻ മഹാനഷ്ടത്തിലാണ്, പരാജയത്തിലാണ് എന്ന് പറഞ്ഞിട്ട് യുക്തിവാദി പറയണത് അതുതന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അസർ നമസ്കരിക്കുന്ന ആളുകൾ വലിയ നഷ്ടത്തിലാണെന്നാണ് പറഞ്ഞിട്ടുള്ളതെന്നാ. കാരണം ഇതിന് പറഞ്ഞ കാരണം എന്താണ്? അസറിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ വൈകുന്നേര സമയമാണ്. ഈ സമയത്താണ് പോലും കാര്യമായിട്ട് ആളുകൾ ജോലി ചെയ്യുക. വിശേഷിച്ചും ഓഫീസുകളിൽ, അതുപോലെ ആശുപത്രികളിലൊക്കെ ആളുകൾ കാര്യമായിട്ട് ജോലി ചെയ്യുന്ന സമയമാണ് പോലും ഈ അസറിൻ്റെ സമയം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഈ അസറിൻ്റെ സമയത്ത് നമസ്കരിക്കുന്ന ആളുകൾ അവർ വലിയ നഷ്ടത്തിലാണ് ചെന്നുപെടുക. കാരണം എന്താണ്? ഒരു നമസ്കാരത്തിന് ഏതാണ്ട് ഒരു അരമണിക്കൂറെങ്കിലും ഒരാൾ ചിലവഴിക്കണം. അപ്പോൾ കോടിക്കണക്കിന് മനുഷ്യന്മാർ ഈ അരമണിക്കൂർ വെച്ച് കൂട്ടിയാൽ എത്ര സമയമാണ് അവർ പാഴാക്കി കളയുന്നത്? ഇത് മനുഷ്യർക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ഒരു സംഗതിയും ഇതിലൂടെ ഉണ്ടാകുന്നില്ല. ഈ മനുഷ്യന്, നിസ്കരിക്കുന്ന മനുഷ്യന് പോലും അതുകൊണ്ട് ഗുണമില്ല എന്നാണ് യുക്തിവാദിയുടെ വാദം. അപ്പോൾ എന്താണ് നമസ്കാരമെന്നും നമസ്കാരം കൊണ്ട് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന നേട്ടം എന്താണെന്നും അത് ഭൗതികമായിട്ട് ആയാലും ആത്മീയമായിട്ടാണെങ്കിലുമൊക്കെ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് മനസ്സിലാക്കാത്ത യുക്തിവാദിയോട് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള പ്രയാസമാണ്. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം യുക്തിവാദി പറയുന്ന ഈ വാദത്തിൽ വല്ല കഴമ്പുണ്ടോ? മനുഷ്യന് വൈകുന്നേരമാണ് ജോലി ചെയ്യാനാണ്. സാധാരണഗതിയിൽ മനുഷ്യർ രാവിലെ എഴുന്നേറ്റ് ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സമയം മുതൽക്കാണ് അവർ ജോലി ചെയ്യുക. ആ ജോലി ചെയ്ത് വൈകുന്നേരം ആകുമ്പോഴേക്ക് മിക്കവാറും ആളുകൾ ക്ഷീണിച്ചിട്ടുണ്ടാവും. ഈ ക്ഷീണിച്ച മനുഷ്യൻ ഇപ്പോഴല്ല, ഈ സമയത്തല്ല സടകുടഞ്ഞ് എഴുന്നേറ്റ് കൃത്യമായിട്ട് ജോലിയിൽ ഏർപ്പെടുക എന്നുള്ളത്. അവിടെ അവൻ വിശ്രമിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ പണി മതിയാക്കി പണിയിൽ നിന്ന് വിരമിക്കാൻ പോകുന്ന സമയമാണ്. ഇതുപോലും തിരിയാൻ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഈ യുക്തിവാദികൾക്കില്ലാതെ പോയതാണ് വലിയ കഷ്ടം. മാത്രമല്ല, യുക്തിവാദി പറയുന്ന മറ്റൊരു സംഗതി എന്താണ്? ഈ സമയത്ത് ആളുകൾ അവർ കാര്യമായിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഓഫീസുകളിലൊക്കെ ചെല്ലുന്ന സമയമാണെന്നും കൂടി ഇയാൾ തട്ടിവിടുന്നുണ്ട്. നമ്മളുടെ കാലഘട്ടത്തിൽ ജോലിയുടെ സമയക്ലിപ്തതയും അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന ആളുകൾ തന്നെ ജോലി യഥാർത്ഥത്തിൽ കാര്യമായിട്ട് എപ്പോഴാണ് ജോലി ചെയ്യുക എന്നതൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധി, യുക്തി ഇവർക്കില്ലാതെ പോയോ എന്നാണ് നമ്മൾ സംശയിക്കുന്നത്. കാരണം ആധുനിക സമൂഹത്തെ സംബന്ധിച്ച്, അപ്പോൾ അതാണല്ലോ ഇപ്പോൾ അയാൾ പറയണത്, ഈ ആധുനിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നാലും 8 മണിക്കൂർ ജോലി എന്നുള്ളതാണ് സാർവത്രികമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൊരു സംഗതി. ഈ 8 മണിക്കൂർ ജോലി എന്നുള്ളത് 8 മണി മുതൽക്കാണ് ഒരാൾ ജോലിയിൽ പ്രവേശിക്കുന്നത് നോക്കുക. എന്നാൽ തന്നെ 8, 4, 12, 4 പിന്നെ 16, അതായത് വൈകുന്നേരം 4 മണിയോടുകൂടി അയാൾ ജോലിയിൽ നിന്ന് വിരമിക്കുകയാണ്. ഈ വിരമിക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ അസറിൻ്റെ സമയം എന്ന് പറഞ്ഞത്. ഇനി പലപ്പോഴും ആളുകൾ 8 മണിക്കൂറിൽ കുറഞ്ഞ ജോലിയിൽ ഏർപ്പെടുന്ന ആളുകളുണ്ട്. അതും പ്രാദേശികമായിട്ടുള്ള അവസ്ഥാന്തരങ്ങൾ അതിൽ സ്വാധീനിക്കുന്നുണ്ട്. നല്ല ചൂടുള്ള കാലത്താണെങ്കിൽ ആളുകൾ പലപ്പോഴും ഉച്ചയാകുമ്പോഴേക്ക് ജോലിയൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നെ അവർ വിശ്രമിക്കാൻ പോവുക ചെയ്യാം. അപ്പം ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവിടെ എല്ലായിടത്തും ഒരേ ഒരു അന്തരീക്ഷമല്ല ഉണ്ടാവുക. ചിലയിടത്ത് കൂടുതൽ തണുപ്പുണ്ടാവും, ചിലയിടത്ത് കൂടുതൽ ചൂടുണ്ടാവും, ചിലയിടത്ത് മിതശീതോഷ്ണ മേഖലയായിരിക്കും, അവിടെ കൂടുതൽ മറ്റൊരു അവസ്ഥയാണുള്ളത്. ഇങ്ങനെ ഈ അവസ്ഥാന്തരങ്ങൾ വെച്ചുകൊണ്ടാണ് മനുഷ്യൻ പലപ്പോഴും ജോലിയിൽ ഏർപ്പെടുന്നതും ജോലിയിൽ നിന്ന് വിരമിക്കുകയൊക്കെ ചെയ്യണത്. മാത്രമല്ല, ഈ നമസ്കാരം കൊണ്ടുണ്ടാവുന്ന ഗുണമെന്താണ്? യുക്തിവാദിക്ക് മനസ്സിലാവാത്ത, എന്നാൽ ആസ്തികനായിട്ടുള്ള ദൈവവിശ്വാസിയായിട്ടുള്ള ഒരാൾക്ക് ബോധ്യം വരുന്നൊരു സംഗതിയുണ്ട്.
ഈ നമസ്കാരം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന നേട്ടം, ധാർമ്മികമായിട്ടുള്ള നേട്ടം എന്താണ്? താൻ ഒരു അള്ളാഹുവിൻ്റെ ദാസനാണെന്നും തൻ്റെ ഏത് കർമ്മവും താൻ പറയുന്ന വാക്കാവട്ടെ പ്രവൃത്തിയാവട്ടെ അതൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും, അതിനൊക്കെ ഞാൻ മറുപടി പറയേണ്ടതുണ്ടെന്നും ആരുടെ കാര്യത്തിലായിരുന്നാലും നീതിയുക്തമായിട്ടേ ഞാൻ പെരുമാറാൻ പാടുള്ളൂ, ആളുകളോട് വളരെ സൗമ്യമായി പെരുമാറേണ്ടതുണ്ട്, മനുഷ്യർക്കെന്ന് മാത്രമല്ല ജീവജാലങ്ങൾക്കൊക്കെ തന്നെയും പ്രയോജനപ്രദമായ ഗുണകരമായ രീതിയിലായിരിക്കണം താൻ പ്രവർത്തിക്കേണ്ടത് എന്നിത്യാദി കാര്യങ്ങളൊക്കെ അവന് ഓർമ്മിപ്പിക്കുന്ന ഒരു സംഗതി, വളരെ ശ്രേഷ്ഠമായിട്ടുള്ള സംഗതിയാണ് നമസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശായി വൽ മുങ്കർ, നിഷിദ്ധമായ മ്ലേച്ഛമായിട്ടുള്ള സഭ്യേതരമായ കാര്യങ്ങളിൽ നിന്നൊക്കെ നമസ്കാരം മനുഷ്യനെ തടഞ്ഞു നിർത്തുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വ്യക്തി പ്രത്യക്ഷത്തിൽ ഒരു വ്യക്തിക്കാണ് അതിൻ്റെ നേട്ടമെങ്കിലും പരോക്ഷമായിട്ട് അല്ലെങ്കിൽ കൂടുതൽ ചിന്തിക്കുമ്പോൾ ഈ നമസ്കാരത്തിൻ്റെ ഗുണം നമസ്കരിക്കുന്ന ആൾക്ക് മാത്രമല്ല, അയാളുടെ ചുറ്റുവട്ടത്തിലുള്ള മനുഷ്യർ മാത്രമല്ല മറ്റ് ജീവജാലങ്ങൾക്ക് പോലും അതിൻ്റെ നേട്ടം കൈവരുന്നു എന്നുള്ളതാണ്. ഇത് അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കാതെയാണ് യുക്തിവാദി ഈ രീതിയിലൊക്കെ തന്നെ തള്ളുന്നത്. എന്നിട്ട് അയാൾ പറയണത് എന്താണ്? ഇല്ലല്ലദീന ആമനു വാമിനു സാലിഹാത്തി. അവിടെ വിശ്വാസം എന്താണെന്നുള്ളത് വ്യക്തമല്ല എന്ന് പറഞ്ഞാൽ അതിനെ വിട്ടേക്കാണ്. പക്ഷേ അവിടെയും യുക്തിവാദി എന്നെ സമ്മതിക്കുന്ന ഒരു സംഗതി ഉണ്ട്. വിശ്വാസ കാര്യങ്ങൾ എന്താണെന്നുള്ളതൊക്കെ ഖുർആൻ പലയിടത്തായി വിശദീകരിച്ചിട്ടുണ്ടെന്ന് പിന്നെ അയാൾ തന്നെ പറയുന്നുണ്ട്. പിന്നെ വാമിലു സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ അത് നല്ല കാര്യമാണ് എന്നാണ് മൂപ്പരുടെ വാദം. ഈ നല്ല കാര്യം എന്തെങ്കിലും ഒരു നല്ല കാര്യമെങ്കിലും ഖുർആനിലുണ്ട് എന്ന് അയാൾ സമ്മതിക്കുന്നുണ്ട് എന്നുള്ളത് ഏതായിരുന്നാലും ആശാവഹമായിട്ടുള്ളൊരു സംഗതിയാണ്. ഖുർആനിലൊന്നുമില്ല, വാക്കുകൾ കൂട്ടിച്ചേർത്ത് എന്തൊക്കെയോ പറയുകയാണ്, മുഹമ്മദ് കവിത രചിക്കുകയാണ്, കാര്യമായിട്ട് അതിലൊന്നുമില്ല എന്നൊക്കെയാണ് പലപ്പോഴും യുക്തിവാദി പറയാറുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി അമിലുസാലിഹാത്തി, സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർ എന്നുള്ളത് നല്ല കാര്യമാണെന്ന് അംഗീകരിച്ചതിന് നമ്മൾക്ക് അയാളോട് നന്ദി പറയാവുന്നതാണ്. എന്നിട്ട് അയാൾ പറയുന്നത് ഈ നന്മയാണ് നമ്മൾ യുക്തിവാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ്. യഥാർത്ഥത്തിൽ നിഷേധാത്മകമായിട്ടുള്ള സമീപനമല്ലാതെ ക്രിയാത്മകമായിട്ടുള്ള എന്ത് സംഗതിയാണ് ഇവിടെ യുക്തിവാദികൾ പറയുന്നത് ചെയ്യുന്നത് എന്നത് അവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. മറ്റൊന്ന് വതവാസോ ബിൽ ഹക്ക്, നന്മയെ സംബന്ധിച്ച് കൽപ്പിക്കാനുള്ളതാണ്. എന്നിട്ട് മൂപ്പര് പറയുന്നത് അത് തന്നെയാണ് നമ്മൾ ചെയ്യണമെന്നാണ്. അതായത് അള്ളാഹുവിനെ നിഷേധിക്കുക, ദൈവത്തെ നിഷേധിക്കുക, പിന്നെ ധാർമ്മികതയെ നിഷേധിക്കുക, തള്ളിപ്പറയുക, അതുപോലെ തന്നെ സത്യത്തെ നീതിയെ ഒക്കെ തള്ളിപ്പറയുക. എന്നിട്ട് തങ്ങൾക്ക് തോന്നിയത് എന്താണോ അതാണ് നന്മ, അതാണ് നീതി, അതാണ് മാനവികത, അതാണ് സത്യം എന്നൊക്കെ വിളിച്ചു കൂവുന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ഇയാൾ പറയുന്നത്. യഥാർത്ഥത്തിൽ നന്മ തിന്മകൾ ആരാണ് തീരുമാനിക്കേണ്ടത്? അത് മനുഷ്യൻ ആണോ തീരുമാനിക്കേണ്ടത്? മനുഷ്യനാണെങ്കിൽ ഏത് മനുഷ്യൻ? ഓരോ മനുഷ്യനും അവനവൻ്റെ കാര്യത്തിൽ അത് തീരുമാനിക്കുകയാണോ വേണ്ടത്? അതോ ഈ മനുഷ്യർക്ക് അത് തീരുമാനിച്ചു കൊടുക്കാൻ പറ്റിയ മനുഷ്യരുണ്ടോ? ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. ഈ ചോദ്യങ്ങൾക്ക് യുക്തിവാദികൾക്ക് തൃപ്തികരമായിട്ടുള്ള മറുപടി പറയാൻ കഴിയില്ലാന്നുള്ള ഉറപ്പാണ്. കാരണം ഏതൊരു മനുഷ്യനും യുക്തിയുണ്ട്, ബുദ്ധിയുണ്ട്. അവൻ്റെ യുക്തിയും ബുദ്ധിയും അനുസരിച്ചാണ് അവൻ ചിന്തിക്കുക. അപ്പോൾ ഒരു മനുഷ്യന് നന്മയായിട്ടുള്ളത് മറ്റൊരാൾക്ക് തിന്മയായി മാറാം. ഒരാളുടെ കാഴ്ചപ്പാടിൽ സത്യമായത് മറ്റൊരാളുടെ കാഴ്ചപ്പാടിൽ അസത്യമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ മനുഷ്യന് നന്മയും തിന്മയും ശരിയും തെറ്റുമൊക്കെ തീരുമാനിച്ചു കൊടുക്കേണ്ടത് ആരാ? അത് മനുഷ്യനെ തന്നെ സൃഷ്ടിച്ചിട്ടുള്ള അവൻ്റെ ത്രികാലങ്ങളും അറിയുന്ന ത്രികാലജ്ഞനായിട്ടുള്ള സൃഷ്ടാവായിട്ടുള്ള അള്ളാഹുവാണത് നിശ്ചയിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ എന്താണ് സത്യം എന്നും എന്താണ് നീതി, എന്താണ് ധർമ്മം, ഇതൊക്കെ അള്ളാഹു മനുഷ്യനെ കാലാകാലങ്ങളിൽ അറിയിച്ചു പോന്നിട്ടുള്ളതാണ്. ആ കാര്യങ്ങൾ അംഗീകരിച്ച് മനസ്സിലാക്കി അത് സ്വയം ഉൾക്കൊള്ളുകയും മറ്റുള്ളവരോട് അതിനെ സംബന്ധിച്ച് ഉപദേശിക്കുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ വതവാസോ ബിൽ ഹക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നാലാമത്തെ കാര്യമാണ് വതവാസോ ബിസ്സബർ. അവിടെ ഈ യുക്തിവാദി പറയുന്നത് നമ്മളെന്തൊക്കെ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, പരിഹാസം, കൂക്കിവിളി, ഭീഷണി, ഇതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, ഇതൊക്കെ ക്ഷമിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകണമെന്നാണ്. യഥാർത്ഥത്തിൽ ഇവിടെ സത്യത്തിൻ്റെ മാർഗത്തിൽ മുന്നേറുന്ന അള്ളാഹു അറിയിച്ചിട്ടുള്ള സത്യവുമായി ബന്ധപ്പെട്ട നീതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ
അത് പ്രവർത്തിക്കുകയും സ്വയം ഉൾക്കൊള്ളുകയും മറ്റുള്ളവരോട് ഉപദേശിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കുണ്ടാവുന്ന പ്രയാസങ്ങൾ, ദുരിതങ്ങൾ അല്ലെങ്കിൽ പീഡനങ്ങൾ, മർദ്ദനങ്ങൾ, ഇതിൻ്റെയൊക്കെ കാര്യത്തിൽ ക്ഷമിക്കണതിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു തിന്മയുടെ കാര്യത്തിൽ അയാൾ ക്ഷമിച്ചതുകൊണ്ട് അയാൾക്ക് എന്ന് മാത്രമല്ല ആർക്കും തന്നെ ഒരു നേട്ടുവാണില്ല എന്ന് മാത്രമല്ല ക്ഷമ കൂടി പോലും അയാൾക്ക് ദോഷമായിട്ടാണ് ബാധിക്കാനുള്ളതാണ്. ഇവിടെ യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കാൻ പോകുന്നത് അത് തന്നെയാണ്. അവർ എന്തിനെയാണോ നിരാകരിക്കുന്നത്, തള്ളിപ്പറയുന്നത്, ആ സത്യത്തെ, ആ ധർമ്മത്തെ, ആ നീതിയെ അത് തകർക്കാൻ വേണ്ടിയാണ് അവർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ അവർ ക്ഷമിക്കുന്നു എന്ന് പറയുന്നത് പോലും പൊള്ളയായിട്ടുള്ള വാദമാണ്. അവർക്കിവിടെ കാര്യമായിട്ടുള്ള ഒരു ഭീഷണി ആരും ഉയർത്തുന്നില്ല എന്നുള്ളതാണ് വസ്തുത. വല്ലപ്പോഴുമൊക്കെ ആരെങ്കിലും ഉയർത്തുന്നുണ്ടെങ്കിൽ തന്നെ അത് യഥാർത്ഥത്തിൽ പരിഗണനാർഹമായിട്ടുള്ളൊരു സംഗതിയല്ല. അതേ അവസരം ഇവിടെ ലോകാടിസ്ഥാനത്തിൽ ഗതകാല ചരിത്രം പരിശോധിച്ചാലും വർത്തമാനകാല സംഭവങ്ങൾ പരിശോധിച്ചാലും ഒക്കെ ആരാണ് കൂടുതൽ പീഡനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നതെന്ന് പരിശോധിച്ചാൽ സത്യത്തിൻ്റെ മാർഗത്തിൽ പണിയെടുക്കുന്ന ആളുകളാണെന്നുള്ളത് കാണാൻ ഒരു പ്രയാസമില്ല. കാരണം ലോകം മുഴുക്കെ അസത്യം നിറഞ്ഞാടുകയാണ്. അത് പല രൂപത്തിലും പല ഭാവത്തിലുമാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഈ അസത്യത്തിൻ്റെ ആളുകൾ എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായിട്ടാണ് സത്യത്തെ നിരാകരിക്കാനും അതിനെ അടിച്ചമർത്താനും തകർക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സത്യത്തിൻ്റെ ആളുകളാണ് ഇവിടെ യഥാർത്ഥത്തിൽ പീഡനങ്ങളും മർദ്ദനങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ആ മാർഗത്തിൽ ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമിക്കുക. അതവർ സ്വയം ക്ഷമിക്കുന്നതോടൊപ്പം മറ്റുള്ളവരോട്, അവരുടെ കൂടെയുള്ള ആളുകളോട് ക്ഷമിക്കാൻ ഉപദേശിക്കുക, പരസ്പരം ഉപദേശിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് കൂടിയാണ് ഇതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. അതിനെയാണ് നേരെ മറിച്ചിട്ട് യുക്തിവാദി നമ്മളും ക്ഷമിക്കുകയാണ്, കാരണം നമ്മൾക്ക് ഒരുപാട് പീഡനങ്ങളും മർദ്ദനങ്ങളും ഒക്കെ ഏൽക്കുന്നുണ്ട് എന്ന് തട്ടി വീണത്. അപ്പോൾ ഖുർആനിനെ പരിഹസിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണത്. അല്ലാതെ യുക്തിവാദി അത് ആത്മാർത്ഥമായി പറയുന്ന ഒരു സംഗതിയൊന്നുമല്ല. അതുകൊണ്ടാണ് അയാൾ ബാലരമ പോലുള്ള വാരികകളിൽ ചേർത്ത് വെച്ച് വായിക്കാമെന്നൊക്കെ ഇതിനെ പരിഹസിച്ചുകൊണ്ട് പറയുന്നത്. അതങ്ങനെ അവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. കാരണം അവർക്ക് സത്യത്തോട്, ധർമ്മത്തോട്, നീതിയോട് യാതൊരു പ്രതിബദ്ധതയില്ല. അതിവിടെ വളരണമെന്നോ നിലനിൽക്കണമെന്നോ മാനവികമായിട്ടുള്ള ഒരു സമീപനം മനുഷ്യർ മൊത്തത്തിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്നോ എന്നുള്ള യാതൊരു താല്പര്യവും അവർക്കില്ല. അവർക്ക് ആകെയിൽ വേണ്ടത് ഇസ്ലാം തകർന്ന് കാണുക എന്നുള്ളതാണ്. ആ മനപ്പായസം കൊണ്ടുകൊണ്ടാണ് അവർ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് അവരിൽ നിന്ന് ഇത്തരത്തിലുള്ള പരിഹാസ്യമായിട്ടുള്ള വർത്തമാനങ്ങളെ വിശുദ്ധ ഖുർആനുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടായിരുന്നാൽ പോലും പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അതാണ് ഇവിടെ യുക്തിവാദി ഈ സൂറത്തുമായി ബന്ധപ്പെട്ട് തള്ളിയിട്ടുള്ളത് എന്നുകൂടി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്.